ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് 1 kg അളവിൽ വരുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ബീറ്ററോ ഓവനോ ഒന്നും യൂസ് ചെയ്യാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ ബീറ്ററോ ഓവനൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു ടേസ്റ്റിനോ ഒരു ഡിഫറൻസോ ഒന്നുമില്ല. നല്ല ടേസ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ലെയർ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. മാത്രമല്ല കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് മിക്സി ഉപയോഗിച്ചിട്ടാണ് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എന്നാൽ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ മിക്സിയിൽ കുറേ കേക്ക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് പൗഡർ ഷുഗർ ഒന്ന് പൊടിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന മിക്സിയിൽ ഒട്ടും തന്നെ നനവിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ ഞാൻ എല്ലാ മെഷർമെൻറ്റും അളന്നെടുക്കുന്നത് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ്. എൻ്റെ അടുത്ത് മെഷർമെൻറ്റ് കപ്സ് ഉണ്ടായിട്ടും ഞാൻ ഉപയോഗിക്കാത്തത്. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്ലാസ് അളവിൽ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് ഞാൻ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് കേക്കിന് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. പിന്നീട് നമുക്കൊരു മിക്സ് തയ്യാറാക്കി എടുക്കണം. നമ്മുടെ കേക്ക് ബാറ്ററിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സ് തയ്യാറാക്കി എടുക്കണം. അതിൻ്റെ ഇവിടെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബ്രൂ കോഫിയുടെ ഒരു 2 രൂപയുടെ തോന്നുന്ന ഒരു പാക്കറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നിങ്ങളിത് ബ്രൂ കോഫി ഇല്ലെങ്കിൽ വേറെ ഏത് കോഫി പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കോഫി പൗഡർ മസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് അളവിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കോഫി ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലോർ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് നമ്മുടെ നേരത്തെ എടുത്തിട്ടുള്ള അതേ ഗ്ലാസ് തന്നെയാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ഗ്ലാസ് വേണം നിങ്ങളിതിൽ ഫുള്ള് ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫുള്ളായിട്ട് മെഷർമെൻറ്റ് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ആ ഗ്ലാസ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ആ ഗ്ലാസ് അളവിൽ ഒരു ഗ്ലാസ് മെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ മെഷറിംഗ് സ്പൂൺ അളന്നിട്ടുള്ള മെഷറിംഗ് സ്പൂൺ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഏതെങ്കിലും വീട്ടിലുള്ള സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാതും അളന്നെടുക്കുന്നത്. പിന്നെ ഒരു സ്പൂണിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. ബേക്കിംഗ് സോഡ യൂസ് ചെയ്ത് എല്ലാവരും വീട്ടിലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫസ്റ്റ് എടുത്ത സമയത്തൊന്ന് കുറച്ച് അധികമായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചൊന്ന് മാറ്റിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കണം. ഈ മിക്സ് ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബേക്കിംഗ് സോഡ എല്ലാ വശത്തുമായിട്ട് നന്നായിട്ട് മിക്സായിട്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് ഹൈറ്റിൽ പൊങ്ങത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെത്തേഡാണിത്. നിങ്ങളിത് വിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്തത് കേക്ക് ടിന്ന് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ കേക്ക് ടിന്ന് യൂസ് ചെയ്തിട്ടുള്ളത് 7 ഇഞ്ചിൻ്റെ ടിന്നാണ്. നിങ്ങളത് കേക്ക് ടിന്ന് ഇല്ലെങ്കിൽ നിങ്ങൾ ചായപാത്രത്തിന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ കേക്ക് ടിന്നിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒരു ടീസ്പൂൺ അളവ് എണ്ണ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കണം കേക്ക് ടിന്നിൻ്റെ സൈഡിലൊക്കെ. എന്നിട്ട് അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ ഞാൻ ഹോം മെയ്ഡായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ സൈഡിലും അടിയിലായിട്ട് മെയ്ദ ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മെയ്ദ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡിലും ബട്ടർ പേപ്പർ ഇല്ലാത്ത വശത്താണ് ഈ മെയ്ദ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് 4 മുട്ടയാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മിക്സി ഉപയോഗിച്ചിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ മിക്സി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 4 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മീഡിയം സൈസിലെ കോഴിമുട്ടയാണ് 4 എടുത്തിട്ടുള്ളത്. നിങ്ങളിത് വലിയ കോഴിമുട്ട ആണെങ്കിൽ നിങ്ങൾ ചെറുത് 3 എടുത്താൽ മതി. പിന്നെ മിക്സി വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മിക്സി നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. നനവിൻ്റെ അംശം ഉണ്ടെങ്കിൽ എഗ്ഗ് നന്നായിട്ട് ബീറ്റായിട്ട് വരത്തില്ല. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മുട്ടയാണെങ്കിലും ഫ്രിഡ്ജിൽ എടുത്തുള്ള മുട്ടയും നിങ്ങൾ യൂസ് ചെയ്യരുത്. അതിന് തണുപ്പ് വിട്ടതിന് ശേഷം വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അളവിൽ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്ലാസ്സിൻ്റെ മെഷർമെൻറ്റിൽ തന്നെ എടുക്കുന്നത് ഒരു ഗ്ലാസ് അളവിൽ ഫുള്ളായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാൻ ഇപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർക്കുന്നുണ്ട്.
അപ്പോൾ വാനില എസൻസ് ചേർക്കുന്നത് നമ്മുടെ എഗ്ഗിൻ്റെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് ഹൈയിലിട്ടിട്ട് നന്നായിട്ടൊന്നും മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. നന്നായിട്ട് തന്നെ വൈറ്റ് കളറായിട്ട് നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് പഞ്ചസാരപ്പൊടി ചേർക്കരുത്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തിലേക്ക് വേണം നമ്മൾ പഞ്ചസാരപ്പൊടി ചേർക്കാനായിട്ട്. അതുകൊണ്ട് ഒരു ഗ്ലാസ് അളവിൽ പഞ്ചസാരപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾ ഞാൻ ഇതുപോലെ ചെയ്ത പോലെ അരിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ മൈദയുടെ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ഞാൻ എഗ്ഗിൻ്റെ ബാറ്ററിലേക്ക് ചേർക്കാത്തത് അതൊന്ന് ലൂസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് എഗ്ഗിൻ്റെ ബാറ്റർ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടും ചെയ്യും. പിന്നെ അതൊന്നും താന്ന് പോകത്തുമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ ബൗളിലേക്ക് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന എഗ്ഗിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ക്രീമി ആൻഡ് ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന പോലത്തെ അത്യാവശ്യത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പം പഞ്ചസാര ഇതിലേക്ക് ചേർക്കാത്തതിന് കാരണം നമുക്ക് ലൂസായിട്ടാണ് പഞ്ചസാര ചേർത്താൽ കിട്ടത്തുള്ളൂ. പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിലാണ് നമുക്ക് ഇതുപോലെ ഫ്ലഫി ആയിട്ട് എഗ്ഗിൻ്റെ ബാറ്റർ കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് നമ്മുടെ ഫ്ലോർ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്പാച്ചിലില്ല എങ്കിൽ ഒരു തവി ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പതുക്കെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പതുക്കെ ഞാനതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിലേക്ക് കോഫിയുടെ മിക്സ് ചേർക്കണം. ഞാൻ നേരത്തെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കോഫി മിക്സും കൂടി ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന ഒരു കൊക്കോ പൗഡർ ചേർത്തിട്ടില്ല. അതാണ് ഞാൻ മറന്നു പോയതാണ് കൊക്കോ പൗഡർ ചേർക്കാനായിട്ട്. പിന്നെ അവസാനം ഞാൻ കൊക്കോ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് പറയുള്ളത്, നിങ്ങൾ കൊക്കോ പൗഡർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ബേക്കേഴ്സിൻ്റെ കൊക്കോ പൗഡറൊക്കെ നല്ല ഡാർക്കായിട്ട് കിട്ടുന്നുണ്ട്. ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. ഞാൻ പിന്നെ കൊക്കോ പൗഡർ ഞാൻ മറന്നത് പിന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓവനിലല്ല കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു ചെമ്പിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അതിൽ റിങ് ഇറക്കി വെച്ച് 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് പിന്നെ 30-35 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് വരെ നമുക്കൊന്ന് കേക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ കേക്കൊക്കെ ബേക്കായതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഞാനൊരു നൈഫ് ഉപയോഗിച്ചിട്ടൊന്ന് വിടർത്തിയെടുക്കുകയാണ്. കേക്കിൻ്റെ സൈഡൊക്കെ ഒന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല ഫ്ലഫി ആയിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ മിക്സി ഉപയോഗിച്ചിട്ട് ചെയ്താലും ഒരു ഫ്ലഫിനെസ്സിന് ഒരു കുറവോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് ഫ്ലഫിനെസ് കുറവേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇത് 3 ലെയർ ആക്കാനായിട്ടൊക്കെ ഉണ്ട്. ഇത് ഞാൻ 3 ലെയറാക്കി കട്ട് ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. മിക്സി ഉപയോഗിച്ച് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഫ്ലഫിനെസ് ഒരു കുറവുമില്ല. കേക്കൊക്കെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് ഗനാഷിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും അതിലേക്ക് ഒരു 1/4 കപ്പ് അളവ് വിപ്ഡ് ക്രീം ചേർത്തിട്ടാണ്. ആ സമയം അതൊന്ന് ആറിയതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 1 കപ്പ് അളവിൽ വെള്ളം, അതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗനാഷൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ആഴ്ച ചെയ്യുന്നത്, ഞാൻ ബൗൾ എടുത്തിട്ടുണ്ട്, അതും ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് മിക്സിയിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വിസ്ക് ഉണ്ടായതുകൊണ്ട് അതെടുത്തു എന്ന് മാത്രം. അപ്പോൾ വിസ്ക് നമുക്ക് കേക്ക് ഉണ്ടാക്കും മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ്. ഏകദേശം 100 രൂപയുടെ ഉള്ളിലായിട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്നെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു റിങ്ങില്ല ഒരു വിസ്ക് നിങ്ങൾ വാങ്ങിക്കുന്നത് നല്ലതാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വിപ്ഡ് ക്രീം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഷെഫ് ഗോൾഡിൻ്റെ വിപ്ഡ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു 185 രൂപയാണ് വരുന്നത്. അതിന് എനിക്ക് കിട്ടാറുള്ളത് 160-നാണ്. അപ്പോൾ വിപ്ഡ് ക്രീം എടുത്തിട്ടുള്ളത് 1 കപ്പ് അളവിലാണ് ഫസ്റ്റ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. പിന്നീടാണ് ഞാൻ വിസ്ക് ഉപയോഗിച്ചിട്ട് പിന്നെ രണ്ടാമത് ഒരു 1/2 കപ്പ് അളവ് ബീറ്റ് ചെയ്യുന്നുണ്ട്. അത് കേക്കിന് മുകളിൽ ഫ്ലവർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് കേക്കിന് ഫുള്ളായിട്ട് വിപ്ഡ് ക്രീം ചിലവായിട്ടുണ്ടായിരുന്നത് 1.5 കപ്പ് അളവിലാണ്.
എനിക്ക് എന്നാലും അതൊന്ന് കുറച്ചും കൂടി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങളുടെ അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ബൗളിലേക്ക് വിപ്ഡ് ക്രീം ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ തണുപ്പിലെ വിപ്ഡ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് കട്ടയായതല്ല, എന്നാൽ കുറച്ച് ലൂസായിട്ടും അല്ല, അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ വിപ്ഡ് ക്രീം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പൗഡർ ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്ന പൗഡർ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് തിക്നെസ് ആയിട്ട് ക്രീം കിട്ടും. അപ്പോൾ ഞാൻ ഒട്ടും വൈകാതെ നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. കൈവിടാതെ ബീറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വരെ നമുക്ക് ബീറ്റ് ചെയ്താൽ സ്റ്റിഫായിട്ട് ക്രീം കിട്ടും. ഇതിനു മുമ്പ് ഞാൻ കുറേ കേക്കിൻ്റെ വീഡിയോസ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് ബീറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ക്രീം വേഗം സ്റ്റിഫായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ ആയത് അത് നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് നമ്മളിത് ബീറ്റ് ചെയ്യണം. അപ്പോൾ എത്രത്തോളം നമ്മൾ സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ക്രീം സ്റ്റിഫ്നെസ് ആയിട്ട് കിട്ടും. ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ക്രീം. ഇപ്പോൾ 10 മിനിറ്റോളം ബീറ്റ് ചെയ്തിട്ട് ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണ്. ക്രീമൊക്കെ ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത ക്രീമിലോട്ടാണ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗനാഷിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് നമുക്ക് ലേയേഴ്സിൽ വെക്കാനായിട്ട് ഞാൻ കുറച്ച് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ചോക്ലേറ്റ് കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടും. നമുക്കിങ്ങനെ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്ത് കൊക്കോ പൗഡർ നേരത്തെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കൊക്കോ പൗഡർ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ കേക്ക് ബാറ്റർ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കേക്ക് കുറച്ചും കൂടി ചോക്ലേറ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഗനാഷിൽ നിന്ന് കുറച്ചായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഒറ്റയടിക്ക് ആഡ് ചെയ്യുന്നില്ല, കുറച്ചായിട്ട് ടേസ്റ്റ് നോക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ഗനാഷ് ഇല്ല ചോക്ലേറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ ഇതിന് പകരം സ്കിപ്പ് ചെയ്തിട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ഡാർക്ക് കളറും കിട്ടും, കുറച്ച് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കിട്ടും. അപ്പോൾ ഞാനത് ചോക്ലേറ്റ് ക്രീം ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ചോക്ലേറ്റ് ചേർത്തിട്ട് ഒന്നും കൂടി ചോക്ലേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്രീം ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ട് കുറച്ച് ചോക്ലേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് ലൂസായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. എന്നാലുള്ളൂ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്റ്റിഫായിട്ട് നമുക്ക് ക്രീം കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഐസിങ് ചെയ്യുകയാണ്. അതിനായിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് 1 kg അളവിൽ ഇരുന്നൊരു കേക്ക് ബേസ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കണം. നമ്മുടെ ഈ ക്രീം ഒന്ന് കേക്ക് ഒന്ന് തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നന്നായിട്ട് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേൺ ടേബിളിന്മേൽ ക്രീം ആക്കുന്നത്. അതിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ഷുഗർ സിറപ്പാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ കേക്ക് കഴിക്കുമ്പോൾ നന്നായി സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യുന്നുണ്ട്. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റിയ ശേഷം ഞാൻ ചോക്ലേറ്റ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കുകയാണ്. കത്തി വെച്ച് ലെവലാക്കി എടുത്തത് പാലനൈഫ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ കേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് കൂടി കുറച്ച് യൂസ്ഫുൾ ആയിക്കോട്ടെ കത്തിക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ വശത്തും ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇല്ലാത്ത വശത്ത് കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ആക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്രീമൊക്കെ വെച്ച് നന്നായിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട്. അതിന് നടുവിലായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഗനാഷ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് ലെവലാക്കിയിട്ട് എല്ലാ വശത്തും ചോക്ലേറ്റ് ആകുന്നത് വരെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിത് ഈ ചോക്ലേറ്റ് ഗനാഷ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന് പകരമായിട്ട് ഗ്രേറ്റഡ് ചോക്ലേറ്റ്സ് ആഡ് ചെയ്താൽ മതി. ഞാൻ അതിലേക്ക് ഗനാഷും ആഡ് ചെയ്യുന്നുണ്ട്, ഗ്രേറ്റഡ് ചോക്ലേറ്റ്സും ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റിയതിന് ശേഷം ഞാൻ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കത്തി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. കത്തി വെച്ച് നന്നായിട്ട് ലെവലാക്കിയ ശേഷം ഞാനൊരു ടീസ്പൂൺ അളവിൽ ഗനാഷ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഗനാഷ് എല്ലാ വശത്തുനിന്നും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഗ്രേറ്റഡ് ചോക്ലേറ്റ്സും ആഡ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് ലെയറിലായിട്ട്.
ഇപ്പോൾ ലാസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. അത് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കേക്കിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് കുറച്ചൊന്ന് ഭാഗം വെട്ടിക്കളഞ്ഞിട്ടാണ് കേക്കൊന്ന് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് കുറച്ചൊന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ തേർഡ് ലെയർ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കത്തി വെച്ച് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. ക്രീം എനിക്ക് ഫുൾ ഐസിങ്ങിന് ഈ ക്രീം എനിക്ക് ഫുൾ തികയുന്നുണ്ട്. പിന്നീട് ഞാൻ ഡെക്കറേഷന് മാത്രമാണ് സെപ്പറേറ്റ് ബീറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ ഫുൾ ഐസിങ് കഴിഞ്ഞിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഞാൻ കേക്ക് ഐസ് ചെയ്ത സമയത്ത് കത്ത് വെച്ചിട്ടായിരുന്നു ഐസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ലെവലാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു കാർഡ് വെച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫോൺ ഓഫായത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഐസിങ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫോൺ നോക്കിയപ്പോഴാണ് ഫോൺ ഓഫായത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ക്രീം നന്നായിട്ട് ഇട്ടതിന് ശേഷം ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് ലെവലാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ചധികം ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കേക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഒട്ടിക്കുന്ന കാർഡ് വെച്ചിട്ടാണ് ഞാൻ ഐസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ സൈഡിലൊക്കെ ഈ ചോക്ലേറ്റ്സ് ഒന്ന് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്ത് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആകെ ആയിട്ട് നാശമാവും. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം നിങ്ങൾ കേക്കിലേക്ക് ചോക്ലേറ്റ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ചോക്ലേറ്റ്സ് ഒക്കെ ഒട്ടിച്ച ശേഷം കേക്കിന് മുകളിലായിട്ട് ഡിസൈൻ കൊടുക്കുന്നത് ഗനാഷ് ട്രിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിൽ ഗനാഷ് ആക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡ്രിപ്പൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കേക്ക് നന്നായിട്ട് തണുപ്പുണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഫുൾ ഐസിങ് കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഗനാഷ് ഡ്രിപ്പ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഗനാഷ് ആകെ ഒലിച്ചിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്ക് നല്ല തണുപ്പുണ്ടെങ്കിൽ ഗനാഷ് നല്ല ഭംഗി തന്നെ നിൽക്കും. അപ്പോൾ ഞാൻ ഗനാഷ് സൈഡിലും ഡ്രിപ്പ് കൊടുക്കുന്നത്, പിന്നെ മുകളിൽ ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട് ഗനാഷ്. ഇപ്പോൾ കേക്കിന് ഫുള്ളായിട്ട് ഡ്രിപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കേക്കിന് മുകളിലായിട്ട് വേണ്ടിയിട്ട് ബാക്കി ഗനാഷ് പൈപ്പിംഗ് ബാക്കിലുണ്ടായിരുന്നത് ഫുള്ളായിട്ടൊന്ന് ആക്കുകയാണ്. എന്നിട്ട് പിന്നെ പാലൻ നൈഫ് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാണ്. ഫസ്റ്റ് ഞാൻ മുകളിലാക്കാത്തതിന് ഒന്നാമത്തെ കാരണം മുകളിലാക്കിയിട്ടാണ് സൈഡിലാക്കുന്നതെങ്കിൽ നമ്മുടെ മുകളിലാക്കുമ്പോൾ നമ്മൾ പാലൻ നൈഫ് ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ സൈഡിൽ കൂടെയൊക്കെ ഗനാഷ് പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ സൈഡിലാക്കിയതിന് ശേഷമാണ് മുകളിലാക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാൻ ഗനാഷ് ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടി മുകളിൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാലൻ നൈഫ് ഉപയോഗിച്ചിട്ട് ഒന്ന് കറക്കുകയാണ് ചെയ്യുന്നത്. 10 ലേബിളിൽ കറക്കിയിട്ട് ഡിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളിത് പാലൻ നൈഫ് ഇല്ല എങ്കിൽ നിങ്ങളിതിന് പകരം സ്കിപ്പ് ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ട് കറക്കിയാലും മതി. ഈ സെയിം ഡിസൈൻ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ പാലൻ നൈഫ് ഡിസൈൻ കൊടുത്തതിന് ശേഷം ഞാൻ റൊസറ്റ് നോസലിൽ ചോക്ലേറ്റ് ക്രീം ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ കാണുന്നത് നിങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇപ്പം ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ മോർണിംഗിൽ കട്ട് ചെയ്യാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്കിത് കാണുമ്പോഴേക്കും മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കേക്കിൻ്റെ ലെയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് കേക്കിൻ്റെ ലെയേഴ്സ് എല്ലാം കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ കേക്ക് ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാത്തവർ കയറിയ 1 kg അളവിലെ ചോക്ലേറ്റ് കേക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഫസ്റ്റ് വേണ്ടത് നമുക്ക് മിക്സിയാണ്. പിന്നീട് നിങ്ങൾക്ക് ചായപാത്രം
ഉണ്ടെങ്കിലും ടിന്നിനും ഒക്കെ നിങ്ങൾക്ക് ചായപാത്രം യൂസ് ചെയ്യാം. പിന്നെ ബീറ്റർ ഒക്കെ നിങ്ങൾക്ക് വിസ്കി യൂസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലത്തെ വീഡിയോസ് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.